إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم إذ قال له ربه أسلم قال أسلمت لرب العالمين സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ഈദുൽ അദ്ഹ ആഘോഷത്തിൻ്റെ ഭാഗമായി പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബ ശ്രവിക്കുന്നതിനുമായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ എപ്പോഴും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുന്നതോടൊപ്പം പ്രവാചക ചര്യകൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കണമേ എന്നുകൂടിയും എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ് ശക്തമായ ഭാഷയിൽ. ഏവർക്കും ഹൃദ്യമായ പെരുന്നാൾ ദിനാശംസകൾ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്ന് ലോകം ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈദുൽ അദ്ഹ അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ ഒരാഘോഷം ലോകത്തിന് ദാനമായി നൽകിയ ലോകത്തിൻ്റെ സൃഷ്ടാവ്, അവൻ അത്യുദാരനാണ്, വലിയവനാണ്. നമ്മുടെ നാട്ടിലുള്ള മിക്ക ആഘോഷങ്ങളുടെയും അടിസ്ഥാനം ചില ആഭാസങ്ങളും അക്രമങ്ങളും വൃത്തികേടുകളുമാകുമ്പോൾ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ വിളംബരം ചെയ്യുന്നത് ശാന്തിയും സമാധാനവും ആണ് എന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇന്നത്തെ ദിവസം ഏറ്റവുമധികം സന്തോഷിക്കുന്ന ദിവസമാണ് മുസ്ലിം ലോകം. എത്രയധികം ദുഃഖമുണ്ടെങ്കിൽ പോലും, ഏതു തരത്തിലുള്ള ദുഃഖം തളം കെട്ടി നിൽക്കുന്നു എങ്കിൽ പോലും ഇന്ന് മുസ്ലിം ലോകം സന്തോഷിക്കുകയാണ്. കാരണം ഇസ്ലാമിലെ ഓരോ ആഘോഷവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരാധനയിലാണ്. ആരാധനയിൽ കൂടെ മാത്രമേ നമുക്ക് ഓരോ ആഘോഷങ്ങളെയും ഇസ്ലാമിൽ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരാഘോഷം വിശ്വാസികൾക്ക് നൽകിയ ലോകത്തിൻ്റെ സൃഷ്ടാവ്
അത്യുദാരനാണ്, വലിയവനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ലോകം മുഴുവനും ഇന്ന് തക്ബീർ മുഴക്കി ഒരു കുടുംബത്തെ ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തെ ഓർക്കാതെ, ആ പിതാവിനെ ഓർക്കാതെ, ആ മാതാവിനെ ഓർക്കാത്ത, ആ കുടുംബത്തെ ഓർക്കാത്ത ഒരു ദിവസം പോലും വിശ്വാസികളുടെ ജീവിതത്തിലില്ല എന്ന്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാത്ത, അദ്ദേഹത്തെ സ്മരിക്കാത്ത ഒരു നമസ്കാരം പോലും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഖുർആനിൻ്റെ പ്രഖ്യാപനം അതാണ്. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹീമ ഹനീഫ. താങ്കൾക്ക് ഞാനിതാ വഹി നൽകിയിരിക്കുന്നു. എന്താണ് ആ വഹി? അനിത്തബി മില്ലത ഇബ്രാഹീമ ഹനീഫ. ഋജുമാനസ്സനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനെ പിൻപറ്റണമെന്ന്. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല എന്ന്. ഈ ഒരു സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന വലിയ ഒരു ചോദ്യമുണ്ട്. ഇത്രയധികം ഓരോ വർഷവും സ്മരിക്കാൻ മാത്രം, ബലിയെറുക്കാൻ മാത്രം എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന്. ഓരോ മനുഷ്യനും ഓരോ നമസ്കാരത്തിലും ഇന്ന് തന്നെ നിർബന്ധമായിട്ടും 2 പ്രാവശ്യം, ഈ സമയം കഴിയുമ്പോഴത്തേന് 2 പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണയെ നമസ്കാരത്തിലൂടെ നമ്മൾ ഉയർത്തിക്കഴിഞ്ഞു. സുബഹി ജമാഅത്ത്, സുബഹിൻ്റെ നമസ്കാരത്തിലും ഈ പെരുന്നാൾ നമസ്കാരത്തിലും കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ നന്മ ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബത്തിനും നീ നന്മ നൽകണമേ എന്ന പ്രാർത്ഥന നമ്മൾ ഇന്ന് തന്നെ നമസ്കാരത്തിൽ 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന്. എന്തുകൊണ്ടാണ് ഇത്രയധികം നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രതിബദ്ധതയും കൂറും പുലർത്തുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വ്യക്തി ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളിൽ സഹിച്ച ത്യാഗങ്ങളിലൊക്കെ വിശ്വാസികൾക്ക് വലിയ പാഠമുണ്ട് എന്നാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മകനായിരിക്കുമ്പോഴും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു യുവാവായിരിക്കുമ്പോഴും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കുടുംബനാഥനായിരിക്കുമ്പോഴും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പിതാവായിരിക്കുമ്പോഴും നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വലിയ മാതൃകയുണ്ട് എന്ന് ഇസ്ലാം നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. നുബുവത്ത് കിട്ടിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കുട്ടിക്കാലത്ത് തന്നെ നുബുവത്തിലേക്ക് പ്രവേശിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് ഓടിപ്പോയി വാപ്പയോട് പ്രഖ്യാപിച്ച കാര്യങ്ങൾ, വാപ്പയോട് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം. ഇത് ഖാല ലി അബീഹി യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പൊന്നു പിതാവേ, താങ്കൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ഒന്നിനെയാണോ താങ്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് നടത്തിയ പ്രഖ്യാപനം അദ്ദേഹം നുബുവത്ത് കിട്ടിയ ഉടനെ നൽകിയതായിരുന്നു. ആ പിതാവിൻ്റെ മറുപടി സന്തോഷം തരുന്ന വാക്കുകളായിരുന്നില്ല, ഒരു മകനോട് പ്രതികരിക്കേണ്ട പ്രതികരണമായിരുന്നില്ല. ഖാല അറായിബുൻ അൻത അന്നാലിഹത്തി യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി
അർജുമന്നക വഹുജുർനി മലിയ. ഇബ്രാഹിമേ, നീ എന്താണ് ദൈവങ്ങളെയൊക്കെ വേണ്ടെന്ന് വെക്കുകയാണോ? ഇതിൽ നിന്നും നീ വിരമിക്കുന്നില്ല എങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചപ്പോ ഇബ്രാഹിം നബി അദ്ദേഹത്തോട് വാപ്പയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? ഖാല സലാമുൻ അലൈക, എങ്കിൽ താങ്കൾക്ക് രക്ഷയുണ്ടാകട്ടെ, താങ്കൾക്ക് സമാധാനം. സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ, ഞാൻ എന്ത് ചെയ്തു കൊള്ളാം? എൻ്റെ നാഥനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊള്ളാം? പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ഈ ഒരു പ്രഖ്യാപനം എന്താണ്? ബിംബാരാധനയ്ക്കെതിരെ തൗഹീദിന് വേണ്ടി പടപൊരുതിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു കരാറുകൾ പൂർത്തീകരിച്ച ആളെന്ന രീതിയിൽ തന്നെയാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ മേഖലയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പിതാവെന്ന നിലയിൽ, ഇനിയും ഒരു പിതാവെന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഭർത്താവെന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാതൃക പിൻപറ്റണം എന്നാണ് ലോകർക്ക് ഇസ്ലാം നൽകിയ സന്ദേശമെന്ന് കാണാൻ സാധിക്കും. ആ ഒരു ജീവിതം, ആ ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാതൃകയെ പിൻപറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ജീവിതം തന്നെ എന്താണ്? മോശന്മാരാക്കിയ തരത്തിലാണ് ഇസ്ലാം കാണുന്നത്. ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ആരാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക വിട്ട് പിന്നോട്ട് പോകുന്ന ആളുകൾ, അവര് സ്വന്തം ജീവിതത്തെ തന്നെ, സ്വന്തം മനസ്സാക്ഷിയെ തന്നെ ഭോഷന്മാരാക്കിയ ആളുകളാണ് എന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഈദ് സുദിനത്തില് നമുക്കുള്ള സന്ദേശം, നമുക്ക് ഇസ്ലാം പകർന്നു തരുന്ന സന്ദേശം എന്താണ്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച തമ്പുരാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിമേ, നീ സമർപ്പിക്കണം, നീ മുസ്ലിമാകണം, നീ അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് പടച്ച തമ്പുരാനോട് പറഞ്ഞത്? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന്. ആ സമർപ്പണമായിരിക്കണം ലോകത്ത് ഒരു മുസ്ലിമിന് ഇന്നത്തെ ആഘോഷവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുസ്ലിമാകാൻ പറഞ്ഞപ്പോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനക്കരുത്താണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടാകേണ്ടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തി തരുകയാണ് ഈ ഒരു സന്ദേശത്തിലൂടെ. ഇന്ന് ഒരുപാട് മേഖലകളിൽ വിശ്വാസി സമൂഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്യാത്ത ആളുകള് അതവരുടെ വിശ്വാസത്തിൽ ഉണ്ടാകാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സെമറ്റിക് മതങ്ങളൊക്കെ ഞങ്ങളുടെ ആളുകളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം യഹൂദിയല്ല, വലാ നസ്റാനിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നസ്റാനിയല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഋജുമാനസനായ മുസ്ലിമാണ് എന്ന്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല എന്ന്. ഏതു മാർഗം സ്വീകരിച്ചാലും മോക്ഷം ലഭിക്കുമെന്ന രീതിയിൽ സർവമത സത്യവാദവുമായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ചില ആളുകളുണ്ട്, മുസ്ലിം വേഷധാരികളായിക്കൊണ്ട്. അവർക്ക് കൂടിയുള്ള താക്കീതാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെയുള്ള ഒരു സർവമത സത്യവാദത്തെയും ഇസ്ലാം
ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അംഗീകരിക്കണമെങ്കിൽ തൗഹീദുള്ള അടിയുറച്ച മുസ്ലിം ആയിരിക്കണം, സമർപ്പിച്ചവനായിരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്ന് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എല്ലാ രീതിയിലും പിൻപറ്റുന്നവനായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്യുന്നവനായിരിക്കണം ഒരു മുസ്ലിം എന്നാണ് ഇസ്ലാം പറയുന്നത്. ലഹരിയില്ലാത്ത, അവിഹിത മാർഗങ്ങളില്ലാത്ത, പലിശയില്ലാത്ത, സാമ്പത്തിക തട്ടിപ്പുകളില്ലാത്ത, അക്രമമില്ലാത്ത, അതിക്രമങ്ങളില്ലാത്ത പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങളില്ലാത്ത സമ്പൂർണമായ സമർപ്പണമായിരിക്കണം ഈ സുദിനത്തില് നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടത്. ആ മില്ലത്തില്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് നമ്മളെന്ന അഭിമാനം കൊള്ളുമ്പോ മതത്തിന്റെ പേരില്, സ്ത്രീധനത്തിന്റെ പേരില്, വൈവാഹികമായ കമ്പോളങ്ങളില് നാം നടത്തുന്ന അനാചാരങ്ങളും പേക്കൂത്തുകളും വളർന്നു വരികയാണല്ലോ. സ്ത്രീധനങ്ങള് വർദ്ധിച്ചു വരുന്നു. ഈ ഒരു മേഖലയില് വിശ്വാസികളായ ആളുകള് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക എന്താണോ ആ മാതൃകയായിരിക്കണം പിൻപറ്റേണ്ടുന്നതെന്ന്. സംസ്കാരത്തിൽ അതുണ്ടായിരിക്കണം, സകാത്തിലുണ്ടായിരിക്കണം, സൂക്ഷ്മത നമ്മുടെ വേഷവിധാനങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ വേഷവിധാനങ്ങൾ, ഇന്നത്തെ വേഷവിധാനങ്ങൾ എന്താണ്? സ്ത്രീകൾ, സഹോദരിമാര് പ്രത്യേകമായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വേഷവും, അതേപോലെ മറ്റുള്ള പൊതുസ്ഥലങ്ങളിലേക്ക്, കല്യാണ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റൊരു വേഷവും ധരിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ജീവിതം ക്രമപ്പെടുത്തുന്നുണ്ട് എങ്കിൽ മില്ലത്തു ഇബ്രാഹിം എന്ന ആ മില്ലത്തിന് പുറത്തായിരിക്കും നമ്മൾ എന്ന കാര്യം ഓർക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൽ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് മാതൃകയുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനോട് പറഞ്ഞല്ലോ, മകനെ നിന്നെ അറുക്കാനുള്ള സന്ദേശം ഇതാ എനിക്ക് വന്നിരിക്കുന്നു, എനിക്കിതാ അള്ളാഹുവിന്റെ സന്ദേശം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ച ഒരു മകൻ പ്രഖ്യാപിച്ച ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്. എന്താണോ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾ നിർവഹിച്ചു കൊള്ളുക എന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രഖ്യാപനം അല്ലേ? അതേപോലെ എന്താണ്, എന്നെ അറുക്കുമ്പോ കഴുത്തെന്ത് ചെയ്യണം? മറിച്ച് കിടത്തണം. താങ്കളുടെ കണ്ണും എൻ്റെ മുഖവും തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടി എന്ന് ഒരു മകൻ പിതാവിനോട് എങ്ങനെയായിരിക്കണമോ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട നയങ്ങളും പെരുമാറ്റ രീതികളും എന്നത് കൃത്യമായിട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം നമുക്ക് മാതൃകയായി തരുന്നുണ്ട് എങ്കിൽ, അതേപോലെ ഹാജറ അലൈഹിസ്സലാത്തു വസ്സലാം ആ മാതാവ് ലോകത്തിന് മാതൃകയാണ് എന്ന് മകനെയും മാതാവിനെയും ഉപേക്ഷിച്ചുകൊണ്ട്, മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട്, വെള്ളമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, മൃഗങ്ങളില്ലാത്ത, പക്ഷികളില്ലാത്ത, സസ്യലതാദികളില്ലാത്ത ആ ഒരു മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോ ഭർത്താവിനോട് ഹാജറ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നോട്ട് നോക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഹാജറ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ടല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ താങ്കളെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്? അതേ എന്ന മറുപടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കാതെ കൊടുത്തപ്പോ ഹാജറ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് മതി, അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളും. ഇതായിരിക്കണം വിശ്വാസികളെ നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്കുണ്ടായിരിക്കേണ്ടുന്ന തവക്കുലിന്റെ ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക എല്ലാ രംഗത്തും, അത് നമ്മുടെ വിശ്വാസ രംഗത്ത് നമുക്കുണ്ടായിരിക്കണം, കർമ്മരംഗങ്ങളിൽ നമുക്കുണ്ടായിരിക്കണം. ഏതൊരു രംഗത്താണോ എല്ലാ മേഖലയിലും, നമ്മുടെ ബിസിനസ് മേഖലകളിൽ ഉണ്ടായിരിക്കണം. എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു വലിയവനാണ്, അവൻ ഉന്നതനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതം ഏത് സമയവും അവസാനിക്കാനുള്ളതാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ട് നീണ്ടുപോകുന്നതല്ല. മരണം എന്നത് എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും നമ്മൾ മരണത്തിന് കീഴടങ്ങാം. ആ മരണത്തിന് ശേഷമുള്ള കൃത്യമായ ജീവിതം നമുക്ക് ഇസ്ലാം വരച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ നന്മയിലധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മരണാനന്തര ജീവിതത്തില് സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള സ്വർഗത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത്. ഇവിടെ തിന്മകളിൽ ആറാടിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നരകത്തിലേക്കായിരിക്കും പോകേണ്ടി വരിക. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന, അത് കരഗതമാകാൻ വേണ്ടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം നമ്മൾ ഉൾപ്പെടേണ്ടത്. ഈ പെരുന്നാൾ സുദിനത്തില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ജീവിതത്തെ അനുസ്മരിക്കപ്പെടുന്ന ഈ ഒരു സുദിനത്തില് നാളെ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി, സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനവും അതേപോലെ അധ്വാനങ്ങളായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ആ രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ഖുർആനായിരിക്കണം നമുക്ക് മാർഗദർശനമായിട്ടുള്ളത്. ആ ഖുർആൻ അനുസരിച്ചായിരിക്കണം ഒരു വിശ്വാസി ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. ഖുർആനും പ്രവാചകചര്യ, ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു പ്രവാചകൻ ലോകത്തേക്ക് വരാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തറക്തു ഫീക്കും അംറൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങളെ ഞാനിതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു എന്ന് ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു. ആ 2 കാര്യങ്ങളിൽ ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തേത് പ്രവാചക ചര്യയാണ്. ഇത് രണ്ടുമായിരിക്കണം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. പ്രവാചകന്റെ ചര്യയും വിശുദ്ധ ഖുർആനും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. അങ്ങനെ ക്രമപ്പെടുത്തി അമലുകൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്. അള്ളാഹു വലിയവനാണ്, ഉന്നതനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമാണ്. ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്. ഇസ്ലാമിൽ വർഗീയതയോ വിഭാഗീയതയോ തീവ്രവാദമോ അങ്ങനെ യാതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മനുഷ്യരെ ഒന്നായി കാണുവാനും മനുഷ്യർക്ക് നന്മ ചെയ്യാനും ഇല്ലാത്തവർക്ക് നൽകുവാനും കൊടുക്കുവാനും മതം നോക്കാതെ, അവരുടെ ജാതി നോക്കാതെ, വർഗം നോക്കാതെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് ഏറ്റവും അധികം മാനദണ്ഡങ്ങൾ വെച്ചിട്ടുള്ള, ഏറ്റവും അധികം അയഞ്ഞ സ്വഭാവം വെച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും വർഗീയവാദത്തിന് അനുകൂലമല്ല, തീവ്രവാദങ്ങൾക്ക് അനുകൂലമല്ല, മനുഷ്യരെ കൊല്ലുന്നതിന് അനുകൂലമല്ല. ഒരു മനുഷ്യനെയും അന്യായമായിട്ട് വധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വ്യക്തിതാക്കളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെ തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ പോരാട്ടമായിരിക്കണം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കേണ്ടത്. അള്ളാഹു വലിയവനാണ്, ഉന്നതനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമാണ്. ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ദിവസമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടുന്ന ദിവസമാണ്. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറേണ്ടുന്ന ദിവസമാണ്. ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് അയൽപക്ക ബന്ധങ്ങൾ, ഒരുപാട് സാമൂഹിക ബന്ധങ്ങൾ, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ, ആ കുടുംബ ബന്ധങ്ങളുടെ കണ്ണികളൊക്കെ അറ്റുകിടക്കുകയാണ്. കണ്ടാൽ മിണ്ടാത്ത ആളുകൾ, വാപ്പയും മകനും മിണ്ടാത്ത ആളുകൾ, അങ്ങനെയുള്ള കുടുംബങ്ങൾ, അതേപോലെ മക്കളും വാപ്പയും മിണ്ടാതിരിക്കുന്നു. കുടുംബക്കാർ തമ്മിൽ മിണ്ടാതെ കഴിഞ്ഞുകൂടുന്നു. പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ, ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ, ആ കണ്ണിയറ്റ് കിടക്കുന്ന ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ ഈ ഒരു പെരുന്നാളിൻ്റെ സുദിനം കാരണമായി തീരണം. അതിന് കുടുംബ വീടുകൾ സന്ദർശിക്കുക, സ്നേഹ സന്ദർശനങ്ങൾ നടത്തുക, സൗഹാർദ്ദങ്ങൾ നടത്തുക. ഇതിനൊക്കെയാണ് ഈ
ഈദ് നമുക്ക് ഈ ഒരു ആഘോഷത്തെ അള്ളാഹു നമുക്ക് നൽകിയത്. ആ ആഘോഷം നമുക്ക് അള്ളാഹു നൽകിയെങ്കിൽ അള്ളാഹു വലിയവനാണ്, ഉന്നതനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, സഹോദരികളെ, ലോകത്തൊരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കളുമായിട്ട്, നമ്മുടെ കുഞ്ഞുമക്കളുടെ കൈകൾ പിടിച്ചുകൊണ്ട് നമ്മൾ പുത്തനുടുപ്പുമിടിവിച്ച് പള്ളിയിലേക്ക് ഈദ് നമസ്കരിക്കാൻ വരുന്നുണ്ട് എങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ മയ്യത്തിന് മാതാപിതാക്കൾ കാവൽ നിൽക്കുകയാണ്. ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള സംഘർഷങ്ങൾ നമുക്കറിയാമല്ലോ. അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയാണ്. ജനിച്ച നാട്ടിൽ ജീവിക്കുക എന്നുള്ളത്, ജനിച്ച നാട്ടിൽ തന്നെ മരിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും അഭിലാഷമാണ്. ആ ഒരഭിലാഷം ഇന്ന് ഫലസ്തീൻ ജനത അവർക്ക് എതിരെ ഇന്ന് ആളുകൾ നിലകൊള്ളുകയാണ്. ഇസ്രായേൽ പോലെയുള്ള ജൂതരാഷ്ട്രങ്ങൾ അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളെയും മാതാക്കളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹികമായ ചുറ്റുപാടിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പ്രിയമുള്ളവരെ, നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു വലിയവനാണ്, ഉന്നതനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ പെരുന്നാളുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ഇന്നില്ല. അവർക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകൾ നമ്മൾക്കുണ്ടായിരിക്കണം. അതേപോലെ ഒരുപാട് ആളുകൾ രോഗികളാണ്. നമ്മളോടൊപ്പം ഇന്ന് ഈ പള്ളികൾ നമസ്കാരത്തിന് ഒരുമിച്ച് കൂടേണ്ടുന്ന നമ്മുടെ ഒരുപാട് പ്രവർത്തകര്, സഹോദരന്മാര്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒക്കെ രോഗികളായി മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഇന്നത്തെ സുദിനം പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാർക്കും, എല്ലാ സഹോദരിമാർക്കും അള്ളാഹു എല്ലാ തരത്തിലുള്ള ശിവയും പൂർണ്ണമായ ശമനവും അള്ളാഹു അവർക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെയുള്ളവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതോടൊപ്പം പെരുന്നാൾ സ്വതക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചതാണ്. സ്ത്രീകളുടെ അടുത്തേക്ക് പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ ഈദ് സ്വതക്കയ്ക്ക് വേണ്ടി, ഈദ് സ്വതക്ക പിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിടാമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഈദ് സ്വതക്ക എല്ലാവരും നൽകിയതിന് ശേഷം മാത്രമേ, ബക്കറ്റുകളുണ്ട്, എല്ലാവരും നൽകിയതിന് ശേഷം മാത്രമേ നമ്മൾ പള്ളിയിൽ നിന്ന് പോകാവൂ. കാരണം വലിയ പുണ്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്, വലിയ പുണ്യമുള്ള ഒരു ദിവസമാണ് എന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ തന്നെ വിശദീകരിക്കപ്പെട്ട ദിവസമാണ് നെഹ്റിൻ്റെ ദിവസം എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. അതോടൊപ്പം തന്നെ പ്രത്യേകമായി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത്, ഇന്ന് ഉലുഹിയ്യത്തുള്ള ദിവസമാണ്, തൽഹിയ്യത്തിൻ്റെ ദിവസം കൂടെയാണല്ലോ നമ്മുടെ പെരുന്നാൾ ദിവസം. അതുകൊണ്ട് ഷെയർ ചേർന്നിട്ടുള്ള ആളുകൾ, ഈ ഉലുഹിയ്യത്തിന് ഷെയർ ചേർന്നിട്ടുള്ള ആളുകൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ. ആ സ്ഥലത്ത് അവർ എത്തിച്ചേരുക. നമസ്കാരം കഴിഞ്ഞ് നേരെ ആ അറവൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ വീടുകളിലേക്ക് പോകാവൂ എന്നുകൂടി പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഒരു മില്ലത്തിനെ അനുധാവനം ചെയ്ത് മരണം വരെയും അത് നിലനിർത്തിപ്പോരുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ രോഗികളായ ഒരുപാട് ആളുകളുണ്ട് പടച്ച തമ്പുരാനെ. അവിടെ രോഗങ്ങൾക്കൊക്കെ പൂർണ്ണമായ ശമനം അള്ളാഹുവേ നീ പ്രദാനം ചെയ്യുമാറാകണമേ പടച്ച തമ്പുരാനെ. ലോകത്ത് വിശ്വാസികളായതിൻ്റെ പേരിൽ, മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിന്, ഉമ്മത്തിന് അള്ളാഹുവേ നിൻ്റെ വിജയവും നിൻ്റെ കാരുണ്യവും നിൻ്റെ സഹായവും
സഹായവും അല്ലാഹുവേ നീ പ്രദാനം ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ثبت أقدامنا وانصرنا على القوم الكافرين. آمين برحمتك يا أرحم الراحمين.